സാധാരണഗതിയിൽ ഒരു കോടതിയാവുമല്ലോ വിധി നോക്കുമ്പോൾ, പ്രത്യേകിച്ചും ജാമ്യാപേക്ഷയിൽ ചിലപ്പോൾ ചില കോടതിയിൽ ചില നിരീക്ഷണമൊക്കെ നടത്തിയെന്ന് വരാം. ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിനുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഓർഡറിൽ പറയുന്ന ഘട്ടത്തിൽ ജാമ്യം കൊടുക്കാതിരിക്കാം. ഇപ്പൊ നമുക്ക് സ്വാഭാവിക ജാമ്യം വരുന്നു. ഡിവിഷൻ ബെഞ്ച് പറയുന്നത് കുറ്റപത്രം കൊടുക്കുന്ന കാര്യത്തിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ചെറിയ കേസല്ല, കുറ്റമറ്റ കുറ്റപത്രം സമർപ്പിക്കുന്നതിലാണ് വേണ്ടതെന്നായിട്ടാണ് നമ്മൾ വിധിയിലൂടെ കോടതിയുടെ ഒബ്സർവേഷനിലും കണ്ടത്. പി രാജീവിന്റെ നിയമമന്ത്രിയുടെ പ്രതികരണമാണ്. കുറെ കൂടി ആ പ്രതികരണത്തിന്റെ ഭാഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് കൂടി തോന്നുന്നു. ബിനിൽ, ഇപ്പോൾ നിയമമന്ത്രി പറയുന്നത് അത് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിനെ പരിപൂർണമായി സംശയ നിഴലിൽ നിർത്തുന്ന പ്രതികരണമാണ് നിയമമന്ത്രിയുടെ. ഇപ്പോൾ മറ്റൊരു മന്ത്രിയാണെങ്കിൽ അതൊരു കമൻ്റായി നമുക്കെടുക്കാം. നിയമമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഹൈക്കോടതി നേരിട്ട് ഒബ്സർവ് ചെയ്യുന്ന കേസ് എല്ലാം ശരിയായി പോകുന്നുവെന്ന് ഹൈക്കോടതി പറയുന്നിടത്ത് എങ്ങനെ വിജിലൻസ് കോടതിയിൽ നിന്ന് ഇങ്ങനൊരു ഉത്തരവുണ്ടായി? അസാധാരണത്വം, അതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ്? രതീഷ, നിയമമന്ത്രിയുടെ ആ വാക്ക് അസാധാരണത്വം എന്ന വാക്ക് തന്നെയാണ് ഏറ്റവും ഗൗരവമേറിയ പരാമർശം എന്നത്. അതായത് കൊല്ലം വിജിലൻസ് കോടതി ആ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലെ ആ നിരീക്ഷണങ്ങളെ സംശയത്തോടുകൂടി തന്നെ നിയമമന്ത്രി കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അതിൽ അസാധാരണത്വമുണ്ട് എന്ന് കോടതി ഈ പി രാജീവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു നിയമമന്ത്രിക്ക് ഒപ്പം തന്നെ അദ്ദേഹം നിയമം നന്നായി അറിയാവുന്നയാളാണ്, അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ആ നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യവും ധാരണയുമുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ കൂടി വ്യാഖ്യാനിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകളെ. കാരണം കൃത്യമായും അദ്ദേഹം പറയുന്നത് ഇത് സാധാരണ ജാമ്യം ലഭിക്കുമ്പോൾ ചില നിരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്, പക്ഷേ അതിനും അപ്പുറത്തേക്ക് കോടതി പോയിരിക്കുന്നു. അതായത് ഒരു ലക്ഷ്മണരേഖ മറികടന്ന് പോയിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് നിയമമന്ത്രിയുടെ കൂടി പ്രതികരണം വരുന്നത് എന്നതാണ് ഈ കേസിനെ ഇപ്പോൾ ഏറ്റവും പ്രസക്തമാക്കുന്നത്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടി? മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സർക്കാരിന്റെ സമ്മർദ്ദത്താൽ SIT-യെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് ഇവർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ നറേറ്റീവ്. അതിനെതിരെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും അതിന് പിന്നാലെ മന്ത്രി P രാജീവും തുറന്നടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് ഒരു അവസാനിക്കാത്ത വിവാദമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ SIT ഹൈക്കോടതിയിലേക്ക് എത്തി ആ നിരീക്ഷണങ്ങൾ ചോദ്യം ചെയ്യുന്നതുവരെ ഒരുപക്ഷെ ഈ വാക്പോരുകളൊക്കെ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്.